ഇന്നത്തെ വീഡിയോ ടെസ്റ്റോസ്റ്റോണിനെ കുറിച്ചിട്ടാണ്. എന്താണ് ടെസ്റ്റോസ്റ്റോൺ എന്ന് നമുക്ക് നോക്കാം. പുരുഷ ശരീരത്തിലെ ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്റോൺ എന്നുള്ളത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് വളരെ കുറവാണിത്, പുരുഷന്മാർക്ക് വളരെ കൂടുതലായിരിക്കും. ടെസ്റ്റോസ്റ്റോൺ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനെ എഫക്റ്റ് ചെയ്യും. ടീനേജ് പ്രായത്തിലാണ് നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റോണിൻ്റെ അളവ് കൂടുതലായി കാണുന്നത്. ഒരു 30 വയസ്സ് കഴിയുമ്പോൾ ഇതിൻ്റെ അളവ് കുറഞ്ഞു തുടങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടെസ്റ്റോസ്റ്റോണിൻ്റെ അളവ് എങ്ങനെ കൂട്ടാം, അതുപോലെ ഇത് കുറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കൂടിയാൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അതിനു മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ ലുക്ക് മാക്സിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക, ലിങ്ക് താഴെ കൊടുത്തേക്കാം. ആദ്യം തന്നെ ടെസ്റ്റോസ്റ്റോണിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറയുമ്പോൾ ഉണ്ടാകുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എനർജി ഇല്ലാതാവുക, ഡിപ്രഷൻ ഉണ്ടാവുക, മടി, വെയിറ്റ് കൂടുക, അതായത് ഫാറ്റ് കൂടുക, എല്ലിൻ്റെ ബലം കുറയുക, കോൺഫിഡൻസ് കുറയുക, ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനർത്ഥം ടെസ്റ്റോസ്റ്റോണിൻ്റെ ലെവൽ കുറഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് നിങ്ങളുള്ളതെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനെ പോയി കണ്ടിട്ട് ടെസ്റ്റോസ്റ്റോൺ ലെവൽ ടെസ്റ്റ് ചെയ്യണം. ഇനി ടെസ്റ്റോസ്റ്റോണിൻ്റെ ലെവൽ എങ്ങനെ കൂട്ടാമെന്ന് നോക്കാം. അതുപോലെ ടെസ്റ്റോസ്റ്റോൺ ഉള്ളവർക്ക് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ടിപ്പ് നമ്മൾ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്, അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. 7 കാര്യങ്ങളോട് ടെസ്റ്റോസ്റ്റോണിൻ്റെ അളവ് കൂട്ടാനായിട്ട് സാധിക്കും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നതാണ് വെയിറ്റ് ട്രെയിനിങ് ആൻഡ് എക്സസൈസ്. കൺസിസ്റ്റൻസി ആയിട്ട് എക്സസൈസും വർക്കൗട്ടും ചെയ്യുന്നവർക്ക് ടെസ്റ്റോസ്റ്റോണിൻ്റെ ലെവൽ കൂടുതലായിരിക്കും. വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന വെയിറ്റ് അധിക ഭാരമാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ കൂടുതൽ ടെസ്റ്റോസ്റ്റോൺ ഇൻക്രീസ് ചെയ്യുന്നു. ഈ പറയുന്ന എക്സസൈസ് ആണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഡെഡ് ലിഫ്റ്റ്സ്, സ്ക്വാട്സ്, ബെഞ്ച് പ്രസ്, അതുപോലെ പുള്ളപ്സ്. കൂടുതലായിട്ടും വെയിറ്റ് ട്രെയിൻ ചെയ്യുമ്പോഴായിരിക്കും ടെസ്റ്റോസ്റ്റോൺ കൂടുക. അതുകൊണ്ട് വെയിറ്റ് ട്രെയിൻ ആൻഡ് എക്സസൈസ് ചെയ്യുക. ഇതിലൂടെ നമുക്ക് ടെസ്റ്റോസ്റ്റോൺ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. രണ്ടാമതായിട്ട് ഈറ്റ് പ്രോട്ടീൻ ആൻഡ് കാർബോസ്. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ടെസ്റ്റോസ്റ്റോണിൻ്റെ അളവ് കൂട്ടാനും ഹോർമോണിൻ്റെ ബാലൻസിനും സഹായിക്കും. അതുപോലെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ടെസ്റ്റോസ്റ്റോണിൻ്റെ അളവ് കുറയുമെന്നും പഠനങ്ങൾ പറയുന്നു. അതുകൊണ്ട് പ്രോട്ടീൻ, കാർബോസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക. മൂന്നാമതായിട്ട് വരുന്നതാണ് സ്ട്രെസ്സ്, അതുപോലെ കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ എന്നുള്ളത് നമ്മുടെ ബോഡിക്ക് ഡേഞ്ചർ ആയിട്ടുള്ള ഒന്നാണ്. കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്റോണിൻ്റെ അളവ് കുറയ്ക്കും. എണ്ണ പലഹാരങ്ങൾ, അതുപോലെ ഒരുപാട് ഓയിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ മാക്സിമം കുറയ്ക്കുക. അതുപോലെ മറ്റൊന്നാണ് സ്ട്രെസ്സ് എന്നുള്ളത്. സ്ട്രെസ്സ് മാക്സിമം കുറയ്ക്കുക. അതുപോലെ പ്രോപ്പറായിട്ട് ഉറങ്ങുക. നല്ലതുപോലെ 8 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് നമ്മൾ കൺട്രോൾ ചെയ്യുക, അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കുക. നാലാമതായിട്ട് വരുന്നതാണ് വൈറ്റമിൻ ഡി. അതായത് നമ്മൾ കഴിക്കുന്ന ഡയറ്റിൽ വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. ഫോർ എക്സാമ്പിൾ ഓറഞ്ച്, ഓയിലി ഫിഷ്, അവക്കാഡോ, ബാർക്കോൾ എന്നിങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ആഡ് ചെയ്യുക. വിറ്റാമിൻ ഡി കുറവുള്ള 102 പുരുഷന്മാരെ ഉൾപ്പെടുത്തി 2017 നടത്തിയ റിസർച്ചിൽ വിറ്റാമിൻ ഡി സപ്ലിമെന്റ് കഴിക്കുന്നത് ടെസ്റ്റോസ്റ്റോണിന്റെ അളവ് വർദ്ധിപ്പിക്കുമെന്ന് കണ്ടെത്തി. വിറ്റാമിൻ ഡിയുടെ അളവ് കുറയുമ്പോൾ ടെസ്റ്റോസ്റ്റോണിനെ ബാധിക്കും. വിറ്റാമിൻ ഡിയുടെ ആരോഗ്യപരമായ അളവ് നിലനിർത്താൻ രാവിലത്തെ സൂര്യപ്രകാശം കൊള്ളുക, അതുപോലെ വിറ്റാമിൻ ഡി അടങ്ങിയിരിക്കുന്ന സപ്ലിമെന്റ് എടുക്കുന്നതും നല്ലതാണ്. വിറ്റാമിൻ ഡി എന്നുള്ളത് നമ്മുടെ ടെസ്റ്റോസ്റ്റോണിനെ ഇൻക്രീസ് ചെയ്യുന്നു. അഞ്ചാമതായിട്ട് സപ്ലിമെന്റ് കഴിക്കുന്നത്. ആരോഗ്യപരമായ ടെസ്റ്റോസ്റ്റോണിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് ചില സപ്ലിമെന്റിന്റെ ആവശ്യമുണ്ട്. റിസർച്ചേഴ്സ് പറയുന്നത് സിങ്ക് സപ്ലിമെന്റ് ടെസ്റ്റോസ്റ്റോണിന്റെ അളവ് വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്റോണിന്റെ അളവ് കുറയുകയാണെങ്കിൽ സിങ്ക് സപ്ലിമെന്റുകൾ കഴിക്കുക. സോപ്പാമേറ്റോ, ഇഞ്ചി, അശ്വഗന്ധ എന്നിവ ഉൾപ്പെടെ ആരോഗ്യപരമായ ടെസ്റ്റോസ്റ്റോൺ നിലയെ പിന്തുണയ്ക്കാൻ നിരവധി ഹെർബൽ സപ്ലിമെന്റുകൾ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. അതുകൊണ്ട് സിങ്ക് അടങ്ങിയിരിക്കുന്ന സപ്ലിമെന്റുകൾ കഴിക്കുക. ആറാമതായിട്ട് നല്ല റെസ്റ്റും അതുപോലെ ഉറക്കവും. ഉറക്കം എന്നുള്ളത് മനുഷ്യന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ഉറക്കത്തിൻ്റെ ഗുണനിലവാരം ടെസ്റ്റോസ്റ്റോണിൻ്റെ അളവിനെ സ്വാധീനം ചെലുത്തും. ഉറക്കക്കുറവ് കാരണം ടെസ്റ്റോസ്റ്റോണിൻ്റെ അളവ് കുറയുമെന്ന് പഠനങ്ങൾ പറയുന്നു. അതായത് 5 മണിക്കൂർ താഴെ ഉറങ്ങുകയാണെങ്കിൽ ടെസ്റ്റോസ്റ്റോണിൻ്റെ അളവ് കുറയും. അതായത് പഠനങ്ങൾ പറയുന്നത് 8 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങുകയാണെങ്കിൽ ടെസ്റ്റോസ്റ്റോണിൻ്റെ അളവ് കൂടുമെന്നും 10 മുതൽ 12 മണിക്കൂറിൽ കൂടുതൽ നേരം ഉറങ്ങുകയാണെങ്കിൽ ടെസ്റ്റോസ്റ്റോണിൻ്റെ അളവ് കുറയുമെന്നും പറയുന്നു. അതുകൊണ്ട് 9 മണിക്കൂറിൽ താഴെ ഉറങ്ങുക, 5 മണിക്കൂറിൽ താഴെ ഉറങ്ങാതിരിക്കുക, അതുപോലെ 10 മണിക്കൂറിൽ കൂടുതലും ഉറങ്ങാതിരിക്കുക. ആരോഗ്യപരമായ ടെസ്റ്റോസ്റ്റോണിൻ്റെ അളവ് നിലനിർത്തുന്നതിന് മൊത്തത്തിലുള്ള നമ്മുടെ ആരോഗ്യത്തെ പറ്റിയായാലും ഉറക്കം എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് പ്രോപ്പറായി 8 മണിക്കൂർ ഉറങ്ങുക. ഏഴാമതായിട്ട് വരുന്നതാണ് ഷുഗർ, അതുപോലെ ആൽക്കഹോൾ. പഞ്ചസാര നമ്മുടെ ടെസ്റ്റോസ്റ്റോണിനെ ഇല്ലാതാക്കും എന്ന് പഠനങ്ങൾ പറയുന്നു. മദ്യപാനം എന്നുള്ളത് ടെസ്റ്റോസ്റ്റോണിൻ്റെ അളവിനെ 450 വരെ കുറയ്ക്കുമെന്ന് പറയുന്നു. ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് 30 മിനിറ്റിനുള്ളിൽ തന്നെ ടെസ്റ്റോസ്റ്റോൺ കുറയുന്നു. അതുകൊണ്ടാണ് നിന്ന നിൽപ്പിൽ ചിലർ വീഴാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് നോ ഡ്രിങ്ക് ആൽക്കഹോൾ. പ്രത്യേകിച്ച് ടീനേജ് ആയിട്ടുള്ളവർ ഒരിക്കലും മദ്യം കഴിക്കരുത്. കാരണം ടീനേജ് പ്രായത്തിലാണ് ടെസ്റ്റോസ്റ്റോൺ ലെവൽ നമ്മുടെ ബോഡിയിൽ വളരെയധികം ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് ടീനേജ് പ്രായക്കാർക്ക് നല്ല എനർജി ഫീൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളോടെ നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കാം.
ഇനി ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടിപ്പ് പറയാം. ഇത് താല്പര്യമുള്ളവർ മാത്രം ട്രൈ ചെയ്യുക, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പ്രീ വർക്കൗട്ടിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 സ്പൂൺ തേനും കുറച്ച് ഉപ്പും അരനീര് നാരങ്ങ നീരും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കുടിക്കുക. ടെസ്റ്റോസ്റ്ററോൺ ബൂസ്റ്റ് ആവുകയും അതുപോലെ നല്ല എനർജി ഫീലും ബോഡി പമ്പും കിട്ടുന്നു. താല്പര്യമുള്ളവർ മാത്രം ട്രൈ ചെയ്യുക. ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണാണ് സ്റ്റിറോയിഡ് എന്ന മെഡിസിൻ. ഒരിക്കലും സ്റ്റിറോയിഡ് യൂസ് ചെയ്യരുത്, സൈഡ് എഫക്റ്റ് ഉണ്ടാകുമെന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് എനർജി ഇല്ലാതാവുകയും മടിയും അലക്ഷ്യമായ മൈൻഡും മുടി കൊഴിച്ചിലും മസിൽ മാസ് ഒന്നും ഉണ്ടാകാത്തത്. അപ്പോൾ ടെസ്റ്റോസ്റ്ററോണിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു ഗ്ലോബ് വീഡിയോ ആയിട്ട് കാണാം.